പവിത്രം സീരിയലിൻ്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും വേദയും വിക്രമും തമ്മിൽ കാണാതെ അവ രണ്ടുപേരും രണ്ടിടത്തായി പോവാ. വേദ ആ വീട്ടിൽ നിന്ന് പോകുമ്പോൾ വിക്രം ആ വീട്ടിലേക്ക് ഗൗരിമോളെ നോക്കാനായിട്ട് എത്തുന്നുണ്ട്. പെട്ടെന്ന് വിക്രമിനെ കണ്ട വേദ കാറിൽ നിന്ന് ചാടി ഇറങ്ങാണ്. എന്നാൽ വേദയെ വിക്രമും തമ്മിൽ കാണുന്നില്ല. വിക്രമാണെന്ന് സംശയത്തിൻ്റെ പേരിലാണ് വേദ പിടഞ്ഞിറങ്ങുന്നത്. തരുൺ അവളോട് എല്ലാ കാര്യങ്ങളും ഗൗരിമോളെ അറിയിക്കണമെന്ന് കാര്യം വേദയോട് അറിയിക്കുന്നു. നീ അവളുടെ സ്വന്തം അമ്മയല്ലെന്നും അവളുടെ ആയിയാണെന്ന കാര്യവും അറിയിക്കണമെന്ന് തരുൺ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, തരുൺ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പേ അമ്മയുമായിട്ട് സംസാരിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് വേദ സ്വന്തം കാറിൽ കയറിക്കൊണ്ട് പോവാണ്. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ഗൗരിമോളും വിക്രമും കൂടുതൽ അടുക്കുന്നുണ്ട്. രക്തം രക്തത്തെ തിരിച്ചറിയാം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ വിക്രമിന് ആ കുഞ്ഞിനോട് വല്ലാതെ വാത്സല്യവും സ്നേഹവും ആയി തുടങ്ങാണ്. അങ്ങനെ ഗൗരിമോൾക്കും അങ്ങനെ തന്നെ. അങ്ങനെ ഗൗരിമോൾ ഓരോ കുസൃതികളും ഒപ്പിക്കുന്നുണ്ട്. അതിനിടയിൽ അവൾ ആണെങ്കിലോ അവളുടെ അമ്മയെ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്. ആ കീചകനുണ്ടല്ലോ ഇപ്പോൾ ഞാനുമായിട്ട് നല്ല കൂട്ടാണ്, നല്ലതാണ്, ആണോ മോളെ? ഇപ്പോൾ ഞാൻ അയാളെ വിക്രമാദിത്യ മഹാരാജാവേ എന്നാ വിളിക്കാറ്. അങ്ങനെയാണോ? അതേനെ, അയാളുടെ ശരിക്കും പേരെന്തെന്നാ പറഞ്ഞത്? വിശ്വനെന്നോ അങ്ങനെ എന്തോ ആണ്. പക്ഷേ ഞാൻ വിക്രമാദിത്യ മഹാരാജാവേ എന്നാ വിളിക്കുക. എന്തോ എന്നയാൾ വിളി കേൾക്കുകയും ചെയ്യും. ഇത് കേട്ട വേദ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ അമ്മയും മകളൊക്കെ സംസാരിച്ച് ഫോൺ കട്ട് ചെയ്യാണ്. ആ ഫോണുമായിട്ട് തന്നെ വിക്രമിൻ്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഗൗരിമോള് പറയും, ഇയാൾ ഇതുവരെ എൻ്റെ അമ്മയെ കണ്ടില്ലല്ലോ. ഇല്ല, എൻ്റെ അമ്മ കലക്ടറാ, വലിയ തിരക്കുള്ള ആളാണ്. അതുകൊണ്ടാണോ മോളടുത്തേക്ക് അമ്മ വരാറില്ലേ? എല്ലാ വീക്കെൻഡിലും വരും, ഞങ്ങൾ പുറത്തൊക്കെ പോവാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി വരുമ്പോൾ മോളുടെ അമ്മയെ ഞാൻ കണ്ടോളാം. അമ്മ വിശേഷം ചോദിച്ചിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു വിക്രമാദിത്യ മഹാരാജാവാണ് എൻ്റെ ബോഡി ഗാർഡെന്ന്. ഇത് കേട്ട വിക്രം പൊട്ടി ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളാണെങ്കിൽ ഇതാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് അവർ കടപ്പുറത്ത് പോയപ്പോൾ എടുത്ത ആ ഒരു സെൽഫി എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെൻ്റെ അച്ഛൻ, ഇതെൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ആ ഫോട്ടോയിലേക്ക് ഒരിക്കൽ കൂടെ മിഴിച്ചു നോക്കാണ് വിക്രം. ആകെ നെട്ടലോട് കൂടെ വേദയാണ് കാണുന്നത്. മോളുടെ അമ്മയുടെ പേരെന്താ? വേദ എന്ന് പറയുന്നുണ്ട്. വേദയോ? അതെ. എന്താ ഈ വിക്രമാദിത്യ മഹാരാജാവിന് വേദയെ നേരത്തെ അറിയാമോ? അല്ല, എവിടെയോ കണ്ട പരിചയം. വിക്രമിൻ്റെ മനസ്സിൽ കടയിലകൾ തിരകുന്നുണ്ടായിരുന്നു. താൻ തൻ്റെ ഭാര്യയാണ് വേദ. അവൾ എങ്ങനെ തരുണിൻ്റെ ഭാര്യയായി, ഈ കുഞ്ഞിൻ്റെ അമ്മയായി? ഒന്നും മനസ്സിലാവുന്നില്ല. അത് കണ്ടതോടുകൂടെ വിക്രം ആകെ ആലോചനയോടാണ്. അങ്ങനെ മോളുടെ അമ്മ ഇപ്പോൾ എവിടെയാണ്? അങ്ങനെ മോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മോളുടെ അമ്മയുടെ വിവാഹ ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല, അച്ഛനും അമ്മയും കൂടുതൽ സംസാരിക്കാറില്ല. പക്ഷേ ക്ലാസ്സിൽ വരുന്ന കുട്ടികളുടെ അച്ഛനും അമ്മയ്ക്ക് എന്ത് ഭംഗിയില്ല സംസാരിക്കുകയും ചിരിയും കളിയും ഒക്കെ ഉണ്ട്. പക്ഷേ രണ്ടുപേരും, ഒരാൾ കലക്ടറും ഒരാൾ പോലീസ് ഓഫീസർ ആയിട്ടാണ് തോന്നുന്നു. രണ്ടുപേരും ഏത് സമയം മുഖം വീർപ്പിച്ചുകൊണ്ടാണ്. ഇത് കേട്ട വിക്രമിന് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം തോന്നാട്ടോ. വേദ എങ്ങനെ ഗൗരിമോളുടെ അമ്മയായെന്ന് അവൻക്കൊട്ടും പിടികിട്ടുന്നില്ല. തരുണിൻ്റെ ഭാര്യയായത് ഒരിക്കലും അവൾ എന്നെ മറന്ന് അങ്ങനെ ഒരു ജീവിതം സ്വീകരിക്കില്ലെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ വിക്രമിന് കണ്ണു നിറയുന്ന പോലെ തോന്നി. ഇത്രയും കാലം കാത്തിരുന്നതും അവൾ എവിടെയാണെന്നൊക്കെ അറിയാൻ ആഗ്രഹിച്ചതും വേദ എന്നെങ്കിലും മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു. ഇതിപ്പോൾ എന്നോർത്ത് വിക്രമിന് വല്ലാതെ വേദന തോന്നി. അങ്ങനെ അവിടേക്ക് മുത്തശ്ശി വരുന്നുണ്ട്. ഗൗരിമോളെ, പാല് കുടിക്ക്, സ്കൂളിൽ പോകാൻ സമയമായി, നീ ഫോൺ എടുത്ത് കളിക്കാണോ എന്നും ചോദിച്ചുകൊണ്ട്. ഇല്ല അച്ഛമ്മേ, ഇതാ ഫോണെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. എന്താ മോളെ? അല്ല, മോളുടെ അമ്മയുടെ അച്ഛൻ്റെയും ഫോട്ടോ കാണിച്ചു തരായിരുന്നു. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായോ എന്ന് ചോദിക്കാണ്. അവളുടെ അമ്മ കലക്ടർ ആയതുകൊണ്ട് ചോദിച്ചതാണ്. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു 10 വർഷമൊക്കെ കാണും. അമ്മ കള്ളം പറയാട്ടോ. ആ സമയം തന്നെ വിക്രമാകെ അന്തം വിട്ടു പോവാണ്. പിന്നെ തരുണിൻ്റെ 2ാം വിവാഹമായിരുന്നു. വേദയുടെയും അത് തന്നെ. ഞങ്ങളെല്ലാവരും ഡൽഹിയിൽ താമസിക്കുന്ന സമയത്താണ് അവ രണ്ടുപേരും കണ്ടുമുട്ടിയത്. ഈ അമ്മ അങ്ങനെ തന്നെ പറയുമ്പോൾ തന്നെ വിക്രമിന് ആകെ സംശയമാവുന്നുണ്ട്. ഇപ്പോഴൊന്നും ഈ അമ്മ മനസ്സിലാക്കിയിട്ടില്ല വിക്രം വേദയുടെ ഭർത്താവാണെന്ന കാര്യം മനസ്സിലാക്കാതെയാണ് പറയുന്നത്. അവർ രണ്ടുപേരും വളരെ സ്നേഹത്തിലാണ്. മോളുടെ കൂടെ നിൽക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു പോകുമ്പോൾ വിക്രം തലപുകഞ്ഞ് ആലോചിക്കുക. വേണ്ട, വേദ സന്തോഷത്തോടെ ജീവിക്കുകയാണെങ്കിൽ ജീവിക്കട്ടെ. ഒരിക്കൽ പോലും ഞാൻ അവളുടെ മുമ്പിൽ വരാൻ
പാടില്ല, ഈ ജോലി എങ്ങനെയെങ്കിലും ഉപേക്ഷിക്കണം. അങ്ങനെ വീട്ടിലെത്തിയ വിക്രമോ ആലോചനയോടെ ഇരിക്കുമ്പോൾ മാഷി ചോദിക്കുന്നുണ്ട്, എന്താ മോനെ, എന്താ നീ വന്നപ്പോൾ മുതൽ ഓരോ ആലോചനയാണല്ലോ. അച്ഛനെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അവനൊന്നും മിണ്ടുന്നില്ല. എല്ലാ വേദിയെക്കുറിച്ച് വല്ല വിവരമുണ്ടോ? അന്നേരത്ത് വിക്രം പറയും, ഇല്ല അച്ഛാ, ഒരറിവുമില്ല. എന്താ മോനെ നിനക്ക് പറ്റിയിട്ടുണ്ട്? നീ അച്ഛനോട് കള്ളം പറയണോ? ഒന്നുമില്ല അച്ഛാ എന്ന് പറഞ്ഞ് വിക്രം പെട്ടെന്ന് ഉറക്കം നടിച്ച് കിടക്കാണ് കേട്ടോ. അങ്ങനെ പിറ്റേന്നും വിക്രം അവിടേക്ക് പോകുന്നുണ്ട്. വേദിയെ കാണണം, അവളോടൊന്നും എപ്പോഴെങ്കിലും ചോദിക്കണമെന്നെല്ലാം കരുതുന്നുണ്ടെങ്കിലും വിക്രമിന് ആ ജീവിതത്തിലേക്ക് ഇനി ഇടപെടരുതെന്ന് തോന്നിപ്പോവാണ്. വേദ സന്തോഷത്തോടെ ജീവിക്കട്ടെ. ആ ഒരു പോലീസ് ഓഫീസർ തന്നെയാണ് അവൾക്ക് ചേർച്ച. ഈ ഗുണ്ടയും കൊലപാതകിയും ജയിൽ പുള്ളിയായ ഒരാളെ കൂടെ ജീവിക്കുന്നതിനേക്കാളേറെ ഗൗരിമോളുടെ അമ്മയായി തരുണിൻ്റെ വീട്ടിൽ തരുണിൻ്റെ ഭാര്യയായി ജീവിക്കുന്നത് തന്നെയാണ് വേദയ്ക്ക് ഏറ്റവും അനുയോജ്യം എന്ന് തോന്നിയതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വേദ നാട്ടിലേക്ക് വീണ്ടും വരുന്ന സമയത്ത് ഗൗരി അവിടേക്ക് പെട്ടെന്ന് ഈ ഒരു ലീവില്ലാത്ത ദിവസമാട്ടോ, സൺഡേ സാറ്റർഡേ അല്ല വേദ വരുന്നത്. അങ്ങനെ പ്രതീക്ഷിക്കാത്തൊരു വരവായതുകൊണ്ട് വിക്രം അവിടെ തന്നെയുണ്ട്. അവൻക്കായിട്ട് ഒരുക്കിയിട്ടില്ല ആ ഒരു ടെമ്പർ കിടക്കാണ്. ആ സമയം ഗൗരിമോൾ വന്നിട്ട് വേദയോട് വെറുതെ, ഞാൻ പറഞ്ഞ വിക്രമാദിത്യ മഹാരാജാവുണ്ടല്ലോ, ദേ അതിനുള്ളിലുണ്ട്, വാ അമ്മേ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് കൈ പിടിച്ച് കൊണ്ടുപോവാണ്. ആ സമയം വിക്രം ചെവിയിൽ ഹെഡ്സെറ്റും വെച്ചുകൊണ്ട് പാട്ട് കേട്ട് അതിനുള്ളിൽ കിടക്കായിരിക്കും. ബാക്കിയൊന്നും വിക്രം വേദ വന്നതുപോലും അറിഞ്ഞിട്ടുണ്ടായില്ല. അങ്ങനെ കിടക്കുന്ന സമയത്താണ് ഈ ഗൗരിമോള് വന്നിട്ട് ട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ നെട്ടി എണീപ്പിക്കുന്നുണ്ട് കേട്ടോ. അവനാകെ ഭയന്ന് എണീക്കുന്നുണ്ട്. എടി കുസൃതിക്കുട്ടി, നീ ആയിരുന്നല്ലേ എന്ന് ചോദിക്കാം. വിക്രമിൻ്റെ പുറംഭാഗമാണ് ആദ്യം വേദ കാണുന്നത്. അതുകൊണ്ട് തന്നെ വിക്രമാണതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ വിക്രമാണെങ്കിലോ, എടി നീ എന്തിനാണ് സുന്ദരി എന്നെ നീ പേടിപ്പിച്ചത്? അതെ, എൻ്റെ അമ്മ വന്നിട്ടുണ്ട്, എൻ്റെ അമ്മയെ കാണണ്ടേ, ദേ നിൽക്കുന്നു എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചതും വിക്രം തിരിഞ്ഞു നോക്കിയതും പരസ്പരം കാണാട്ടോ വേദയും വിക്രമും. വിക്രമിനറിയാം ഗൗരിമോളുടെ അമ്മ വേദയാണെന്ന്. പക്ഷേ അവൻ ഇപ്പോഴാണ് അവളെ നേരിട്ട് കാണുന്നത്. 5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഭാര്യയെ കാണുകയായിരുന്നു ഭർത്താവ്. അവൻ്റെ മുഖത്ത് സങ്കടം ഉണ്ടായിരുന്നു. വേദയാണെങ്കിലോ ആകെ മേയിച്ച് പകപ്പോടെ നിൽക്കുക. ഈ നാട്ടിൽ വന്നിട്ടും അവൾ എന്നെ കാണാൻ വരാത്തതിൻ്റെ കാരണം വിക്രമിന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. അവനാണെങ്കിൽ ഒന്നും മിണ്ടാതെ തിരിഞ്ഞടക്കാം. വിക്രം എന്ന് വിളിച്ച് പുറകിൽ നിന്ന് വേദ വിളിക്കുന്നുണ്ടെങ്കിലും വിക്രം തിരിഞ്ഞു നോക്കുന്നില്ല. അവളുടെ ജീവിതത്തിൽ ഒരിക്കലും താനൊരു ശല്യമാവില്ലെന്ന് അവൾക്ക് അത്രയും ഉറപ്പുണ്ടായിരുന്നു. അമ്മേ, വിക്രമല്ല വിശ്വനാണ്, വിക്രമാദിത്യ മഹാരാജാവെന്ന് അമ്മയെ വിളിക്കാൻ തുടങ്ങിയോ? അത് വിക്രം നിൽക്ക് എന്ന് പറഞ്ഞ വേദ പുറകെ പോകുന്നുണ്ടെങ്കിലും ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവൻ അവിടെ നിന്ന് പോകുമ്പോൾ അവൾ സങ്കടത്തോടെ നിൽക്കാണ്. അങ്ങനെ വിക്രം പോയി കഴിഞ്ഞപ്പോൾ തരുണിൻ്റെ കോള് വരുന്നുണ്ട്. എന്തായി, വേദ അവിടേക്ക് വന്നല്ലോ, എൻ്റെ വൈഫ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. വിക്രം അവിടുന്ന് പോയോ? എപ്പോഴും ഒരു ശ്രദ്ധ വേണം. ഇപ്പോൾ അടുത്തായിട്ട് ഒരു അറ്റാക്ക് ഉണ്ടായല്ലോ, പിന്നെ എന്തിനു മോളെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അത് കേട്ടതും വിക്രം വീണ്ടും തിരിച്ചു വരാണ്. വേദ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിക്രം അത് ചെവി കൊടുക്കുന്നില്ല കേട്ടോ. വിക്രം അപ്പോഴും ആഗ്രഹിക്കുന്നത്, വേദ നീ ഇവിടേക്ക് വന്നിട്ടും എന്നെ കാണാൻ വരാത്തതിൻ്റെ കാരണം ഇതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കുടുംബവും കുട്ടിയും ഭർത്താവൊക്കെയായിട്ട് സന്തോഷമായിട്ട് ജീവിക്ക്. ഇത് തന്നെയാണ് നിനക്ക് പറ്റിയ യോജിച്ച പുരുഷൻ. ഒരു ജയിൽ പുള്ളിയുടെ കൂടെ ജീവിതകാലം മുഴുവൻ കഴിയാൻ നിനക്കും ആവില്ല. നീ ഇപ്പോൾ നല്ലൊരു പൊസിഷനിലാണ്. കലക്ടറുടെ ഭർത്താവ് ഒരു ജയിപ്പുള്ളിയാണെന്ന് കേൾക്കുമ്പോൾ നാണക്കേടല്ലേ? അതുകൊണ്ട് ഞാനൊരിക്കലും ശല്യമാവില്ല. ഇവിടെയുള്ള ആരോടും ഞാൻ അത് പറയേയില്ല. എൻ്റെ ആവശ്യം കഴിയുന്നവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് വിക്രം പറയുന്നുണ്ട്. വേദയ്ക്ക് ചങ്ക് പിടയുന്ന പോലെ തോന്നുക വിക്രം തന്നെ തെറ്റിദ്ധരിച്ചെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾ റൂമിലേക്ക് പോയി പൊട്ടിക്കരയുന്നുണ്ട്. എന്തിനാ അമ്മേ കരയുന്നത്? വിക്രമാദിത്യ മഹാരാജാവ് പറയുന്നത് കേട്ടാണോ? അമ്മക്ക് നേരത്തെ അറിയാമോ ആ കീചകനെ? മോളെ എന്ന് വിളിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നുണ്ട്. നിൻ്റെ അച്ഛനാ മോളെ, അത് നിന്നെ നോക്കാമെന്നത് ഏറ്റവും സുരക്ഷിതമായ കയ്യിൽ തന്നെയാണ്. തരുൺ നിന്നെ ഏൽപ്പിച്ചെന്ന കാര്യം അവൾ അപ്പോഴാട്ടോ ഓർമ്മ വന്നത്. മോളെയും കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ അമ്മ എന്തിനാ കരയുന്നത്? കീചകൻ അമ്മയുടെ വഴക്ക് പറഞ്ഞു. ഇല്ല മോളെ, അമ്മയുടെ സങ്കടം കൊണ്ടാ കരഞ്ഞതെന്ന് പറഞ്ഞ് വേദ ഇങ്ങനെ മിണ്ടാതിരിക്കാണ്. അങ്ങനെ വേദ വീണ്ടും തിരിച്ചു പോകുന്നുണ്ട്. അതിനിടയിലൊക്കെ വിക്രമായിട്ട് അവൾ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിക്രം ചെവി കൊടുക്കുന്നില്ല. അങ്ങനെ വിക്രമാണെങ്കിലോ ഈ സമയം ആലോചനയോടെ നിൽക്കാട്ടോ. ആ സമയത്താണ് വിക്രം തരുണിൻ്റെ അമ്മ
വിക്രം വേദയുടെ ഭർത്താവാണെന്ന സത്യം മനസ്സിലാക്കുന്നത് അത് അവൻ്റെ ഫോണിലുള്ള ഒരു ഫോട്ടോ കണ്ടിട്ടാണ് മനസ്സിലാക്കുന്നത്. അവൻ്റെ ആധാർ കാർഡിലെ പേരും വിക്രം എന്ന് കണ്ടതും അവർക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവനെ ആണ് അവളുടെ ഭർത്താവ്. എൻ്റെ വേദമോൾക്ക് ഇവനെ പോലെയുള്ള ഒരാളല്ല വേണ്ടത്. എൻ്റെ മകനെ പോലെയുള്ളതാ ഗൗരിമോളും. അവളുടെ അച്ഛനും അമ്മയും ഒരിക്കലും പിരിയാൻ പാടില്ല. അതിനു വേണ്ടിയുള്ള കരുക്കളാണ് പിന്നെ അമ്മയെ നീക്കിക്കൊണ്ടിരിക്കുന്നത്. വിക്രമിനോട് വേദിയും തരുണുമായുള്ള വിവാഹം കഴിഞ്ഞതും പിറ്റത്തെ മാസം അവർക്ക് ഗൗരിമോൾ ഉണ്ടായതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം വിക്രമിൻ്റെ മുഖത്ത് കാണുന്ന ആ ഒരു വേദന അവർക്ക് മനസ്സിലാവുന്നുണ്ട്. വിക്രം, നിനക്ക് യോജിച്ച പെണ്ണല്ല വേദ. വേദ എൻ്റെ തരുണിനുള്ളതാണ്. നിങ്ങളെ രണ്ടുപേരെയും അകറ്റണം. അതുമാത്രമാണ് വേദ. വെറുതെയല്ല നിന്നെ കണ്ടപ്പോഴുള്ള ആ ഒരു കരച്ചിൽ നിന്നെ മനസ്സിലായി കാണും അവൾക്ക്. എന്നിട്ടും അവൾ അത് തുറന്ന് പറയാതിരിക്കുന്നതും നിന്നോട് സംസാരിക്കാൻ ശ്രമിക്കാതിരിക്കുന്നതും എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എന്നവർ മനസ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും വേദ വരുന്നുണ്ട്. വിക്രം ഇങ്ങനെ ഒഴിഞ്ഞു മാറുമ്പോൾ വിക്രമിനെ എങ്ങനെയെങ്കിലും സംസാരിച്ച് തൻ്റെ ഭാഗം ക്ലിയർ ആക്കണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ വിക്രമാണെങ്കിലും രാത്രി വേദ ഇങ്ങനെ ഫോണിൽ നിൽക്കുന്ന സമയത്തും വിക്രം അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ വിക്രമിൻ്റെ അരികിലേക്ക് വരുന്നുണ്ട്. വിക്രം, എന്തിനാ മാഡം ഇപ്പം എൻ്റെ അടുത്തേക്ക് വന്നത്? ഈ വീട്ടിലുള്ളവർ കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് കരുതും? അതെ വിക്രം, ഇവിടെയുള്ളവർ കണ്ടു കഴിഞ്ഞാൽ എന്ത് കരുതുമെന്ന് എനിക്കൊരു പ്രസക്തിയില്ല. എൻ്റെ ജീവിതമാണ്. എനിക്ക് വിക്രമിനോട് സംസാരിക്കണം. പ്ലീസ് വേദ, എനിക്കൊന്നും സംസാരിക്കാനില്ല. ഞാനൊരു ജയിൽ പുള്ളിയാണ്. ഇപ്പോൾ ഭാര്യയും ഭർത്താവും മകളൊക്കെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമുണ്ട് നിനക്ക്. അത് മറന്നുകൊണ്ട് വെറുതെ എന്നെ ശല്യം ചെയ്യരുത്. ഞാനതിന് വിക്രമിനെ ശല്യം ചെയ്തില്ലല്ലോ. വിക്രം എന്താ എന്നെ മനസ്സിലാക്കാത്തത്? വിക്രമിൻ്റെ വിചാരം കാരണം എൻ്റെ ഭർത്താവാണെന്നാണോ? അല്ല, ഒരിക്കലുമല്ല. നമ്മുടെ മോൾക്ക് വേണ്ടിയിട്ടാണ് വിക്രം ഞാൻ ഈ വേഷം കെട്ടിയത്. തരുണിനെ അറിയില്ല. ഗൗരിമോള് അവൻ്റെ കുഞ്ഞാണെന്നാണ് അവൻ്റെ വിചാരം. പക്ഷേ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ, യഥാർത്ഥ അച്ഛൻ ആരാണെന്ന് ആർക്കും അറിയില്ല, ഈ വേദക്കല്ലാതെ എന്ന് പറഞ്ഞവൾ പൊട്ടിക്കരഞ്ഞ് വിക്രമിൻ്റെ നെഞ്ചിലേക്ക് വീഴുമ്പോൾ, ഗൗരിമോൾ നമ്മുടെ മോളാണ് വിക്രം. അവളുടെ ജീവൻ രക്ഷിക്കാനാണ് ഞാൻ ഇങ്ങനൊരു വേഷം കെട്ടിയത്. അന്ന് തരുണിൻ്റെ കുഞ്ഞ് മരിച്ചു പോയപ്പോൾ സ്വന്തം കുഞ്ഞാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചത് ആ അമ്മയും ഞാനും കൂടെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം ശരിയാക്കാമെന്ന് അന്ന് തൻ്റെ സഹോദരൻ ശ്രീകാന്ത് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു കുഞ്ഞിനെ കൊല്ലാനായിട്ട്. മറ്റൊരു നിവൃത്തിയില്ലാതെയാണ് എനിക്കങ്ങനെ പറയേണ്ടി വന്നത് പറഞ്ഞ് വേദ കരയുമ്പോൾ വാതിൽ തുറന്ന് വന്ന തരുണിൻ്റെ അമ്മ ആ കാഴ്ച കണ്ട് നിൽക്കുക. വിക്രമിൻ്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരയുന്ന വേദയെ കണ്ടതും അവർ പകച്ചു പോവാണ്. അവിടേക്ക് വരുന്നുണ്ട് തരുണിൻ്റെ അമ്മ. വേദ, എന്താ ഇത്? തരുണോ ഗൗരിമോളെ കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? അമ്മയ്ക്ക് എല്ലാ സത്യങ്ങളും അറിഞ്ഞില്ലേ? എന്നിട്ട് എന്തുകൊണ്ടാണ് വിക്രമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയത്? അത് പിന്നെ മോളെ, ഒരിക്കലും തരുണ് ഇങ്ങനെ അറിഞ്ഞുകഴിഞ്ഞാൽ ആ മനസ്സ് തകർന്നു പോവില്ലേ? അമ്മ സൗഹൃദ കാണിച്ചു. അമ്മക്കറിയില്ലേ സത്യങ്ങൾ എന്താന്ന്? ശരിയാ, നിൻ്റെയും വിക്രമിൻ്റെയും തന്നെയാ ഗൗരിമോള്. പക്ഷേ തെളിവുകളൊന്നും ഇല്ലല്ലോ അമ്മക്കറിയാം. എന്നിട്ട് എന്തിനാ അമ്മ ഇങ്ങനെ ക്രൂരത എന്നോട് കാണിക്കുന്നത്? എൻ്റെ മകളും മരുമകളും എല്ലാവരും ഒരുമിച്ച് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിക്രമിനെ പോലുള്ള ഒരുത്തനല്ല നിനക്ക് വേണ്ടത്. തരുണിനെ പോലുള്ള ഒരു പോലീസ് ഓഫീസറെയാണ് നിൻ്റെ ഭർത്താവായിട്ട് വേണ്ടത്. വിക്രം, നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? നിൻ്റെ കൂടെ വന്ന ഗൗരിമോളും വേദിയും വന്നു കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് അപകടം മാത്രമേ ഉള്ളൂ. ഇത്രയും കാലം എൻ്റെ കൂടെ അല്ലായിരുന്നല്ലോ ഗൗരിമോള്. എന്നിട്ടും അവളെ അപായപ്പെടുത്താൻ പലരും വന്നല്ലോ. അതിനൊക്കെ രക്ഷകയായത് ഞാൻ തന്നെയല്ലേ? പക്ഷേ ഇനി എല്ലാവരുടെ ശത്രുക്കളും കൂടെ അവളുടെ നേർക്ക് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? തൽക്കാലം തരുൺ ഈ രഹസ്യം അറിയരുതെന്ന് പറഞ്ഞ് വീണ്ടും മൂടി വെക്കാണ്. പക്ഷേ ഒരിക്കൽ തരുൺ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് അടുത്ത് തന്നെ വരുന്നുണ്ട് കേട്ടോ.